നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. സംഗതി ക്രിസ്റ്റൽ ക്ലിയർ. ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ 372 റൺസ് വേണം. ഇന്ത്യക്ക് വിജയിക്കാൻ 10 വിക്കറ്റുകൾ. ബാക്കിയുള്ളത് 150 ഓവറുകൾ. മഴ പെയ്തില്ലെങ്കിൽ ഈ ടെസ്റ്റിലൊരു റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. 4-ാം ദിവസം 2ാം സെഷനിൽ ഇന്ത്യ 193 റൺസിന് ഓൾ ഔട്ടായിരിക്കുന്നു. അതോടുകൂടി ടോട്ടൽ 372 റൺസിൻ്റെ ലീഡായി. എതിരാളികൾക്ക് ജയിക്കാൻ 372 റൺസ് കുറിക്കണം. ഋഷഭ് പന്തിൻ്റെ കിടിലൻ ബാറ്റിംഗ് 66 റൺസ് തന്നെയാണ് ഇന്ത്യയെ ഇങ്ങനെ ഒരു സ്കോറിലേക്ക് എത്താൻ സഹായിച്ചത് എന്ന് നമ്മൾ എടുത്തു പറയണം. ഏതായാലും 2ാം ഇന്നിങ്സിൽ ഇന്ത്യ 193 റൺസിന് ഓൾ ഔട്ട് ആകുമ്പോൾ ടോപ്പ് സ്കോറർ ഋഷഭ് പന്ത് തന്നെ 69 പന്തുകളിൽ നിന്ന് 8 ഫോറും 2 സിക്സറും അടക്കം അദ്ദേഹം 66 റൺസ് അടിച്ചു. ഒടുവിൽ ലാഹിരു കുമാരയുടെ പന്തിൽ നിറോഷൻ ഡിക്വെല്ലെ പിടിച്ചാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. ഇന്ത്യയുടെ ഇന്നിങ്സിൽ പിന്നെ വലിയ സംഭാവന നൽകിയത് ദേവദത്ത് പടിക്കലാണ്. 44 റൺസ് അദ്ദേഹം അടിച്ചു. KL രാഹുൽ 35 റൺസും അടിച്ചു. ബാക്കി ബാറ്റർമാരൊന്നും 2 അക്കം കടന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം. SSC ജയ്സ്വാൾ ഡെക്കായിരുന്നു. ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ല് 8 റൺസ്, ധ്രുവ് ജുറൽ 7, രവീന്ദ്ര ജഡേജ 9, മനോജ് സുതാർ 9, കുൽദീപ് യാദവ് 5, പ്രസിദ്ധ് കൃഷ്ണ 2, സിറാജ് 2 റൺസുമായിട്ട് പുറത്താകാൻ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ 193 റൺസിന് ഓൾ ഔട്ടായി. ശ്രീലങ്കയ്ക്ക് വേണ്ടി അസിത ഫെർണാണ്ടോ 4 വിക്കറ്റും പ്രഭാത് ജയസൂര്യ 3 വിക്കറ്റും വീഴ്ത്തിയപ്പോൾ ലാഹിരു കുമാര 2 വിക്കറ്റുകൾ എടുത്തു. കേശര നുവാന്ത 1 വിക്കറ്റും നേടുകയുണ്ടായി. ഏതായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള 4 സെഷനുകളാണ് വരാൻ പോകുന്നത്. എന്ത് റിസൾട്ടും വരാം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്ത്യ ജയിക്കാം, അല്ലെങ്കിൽ ശ്രീലങ്ക ജയിക്കാം, മാച്ച് മഴ പെയ്ത് അങ്ങനെ പോവാം, അതല്ലാതെ ഡ്രോയുമാകാം. സോ ഏത് തരത്തിലും വരാം എന്നുള്ളൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 4 സെഷന് ടെസ്റ്റ് ക്രിക്കറ്റിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.